നമസ്കാരം. നല്ലൊരു മാധ്യമ പ്രവർത്തകന്റെ ഒരൊറ്റ ചോദ്യം മതി. കേരളത്തിൽ BJP-ക്കാരായിക്കോട്ടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ നുണ തകർന്നടിയാൻ. എന്താണെന്നല്ലേ, ഇപ്പോ കാസർഗോഡ് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടു. ആ മാധ്യമ സമ്മേളനത്തിനിടയിൽ ഇരുന്ന് നുണകൾ വച്ച് കാച്ചുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സർക്കാർ വിതരണം ചെയ്ത കിറ്റുണ്ട്, ഏത് കൊറോണ കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റ് കേന്ദ്രം കൊടുത്തതാണെന്ന് വച്ചൊരു കാച്ച്. കാര്യം ഈ സവർണ തമ്പുരാട്ടിമാർ നല്ല തൊലിവെളുപ്പുള്ളത് കൊണ്ട് അവരെയാണല്ലോ ഇപ്പോൾ സ്ഥാനാർത്ഥിമാരാക്കിയിരിക്കുന്നത്. കാര്യം ഈ സവർണാധിപത്യം അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ തൊലി നിറമുള്ള തമ്പുരാട്ടികളെ കണ്ട് സുന്ദരിയാണല്ലോ എന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്നുള്ള സൈക്കോളജിക്കൽ നീക്കം കൂടി ഇവർ നടത്തുന്നുണ്ട്. അതാണല്ലോ BJP-യുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് 10 പൈസയുടെ പൊതുബോധമോ കാര്യവിവരമോ ഇല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ അടിസ്ഥാനത്തിൽ ചില നുണകൾ പഠിപ്പിച്ചിട്ട് ആധികാരികമായി എവിടെയും പോയി ഇതങ്ങ് തള്ളണം. ഇതാണ് നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തിരിച്ചൊരൊറ്റ ചോദ്യം വന്നപ്പോ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ പിണറായി സർക്കാരുണ്ടല്ലോ, ജസ്റ്റ് പിണറായി. ഓക്കെ, അവര് കേന്ദ്ര സർക്കാർക്ക് വന്നിട്ടുള്ള എല്ലാ വിഷയത്തിന്റെ കിട്ടുണ്ടല്ലോ, അത് സെൻട്രൽ ഗവൺമെന്റ് വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നഗരത്തുന്നുണ്ട്. എവിടെയാണ് ലാസ്റ്റ് മന്തിന്റെ ബില്ല് എടുത്ത് നോക്കുന്നത്? അവിടെ ഫസ്റ്റ് വരുന്ന ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് 4 kg റൈസും 1 kg വീട്ടുണ്ട് ആട്ട. സെക്കൻഡ് ബില്ലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. സോ എവിടെയാണ് ഇല്ലാതാക്കിയിട്ടുണ്ട്? ഈ തൊഴിലാളിക്ക് കൊടുത്ത കേരള സർക്കാർ കൊടുത്ത കിറ്റ് എവിടെ നിന്ന് വന്നതാണ്? എവിടെന്നാണ് ഒന്ന് ശരിയാക്കാൻ പറ്റും? അത് തെളിയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തത്. അല്ലാതെ നിങ്ങൾ തെളിയിക്കും കേന്ദ്ര ഗവൺമെന്റ് നേര് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് വന്നത് തെളിയിച്ചിട്ട് ബാക്കിയൊക്കെ മുമ്പോട്ട്. ഒരു സ്ഥാനാർത്ഥി കള്ളം പറയണം, ഇലക്ഷൻ നടക്കുന്നതിന് കള്ളം പറയണം. കള്ളം പറയുന്നത് അതിന്റെ മീഡിയയുടെ മുന്നിൽ നിന്നും ഏത് ഫണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്തതെന്ന് പറയാം. അതേ ഫണ്ട് ഉപയോഗിച്ച് BJP ഭരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റിൽ സമാനമായ കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് പോകും. ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. കർണാടകയിൽ കൊടുത്തോ ഇല്ലയോ? BJP ഗവൺമെന്റ് ഉണ്ടായ സമയത്ത് ഇത്രയുള്ള ഫെസിലിറ്റീസ് അവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം അതല്ല. കോവിഡ് കാലത്ത് കേരളത്തിൽ വിതരണം ചെയ്ത കിറ്റ് ഒരു സഞ്ചിയിലാക്കി പിണറായിയുടെ സഞ്ചിയിലാക്കി കൊടുത്തു എന്നാണ് മാഡം പറഞ്ഞത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ടാണ് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്? അതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി ഉണ്ടോ? BJP കോവിഡ് കാലത്ത് പ്രചരിപ്പിച്ച ഒരു കള്ളം പ്രചാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ ആ കള്ളം വീണ്ടും ആവർത്തിക്കുക. ഏത് ഫണ്ടാണ് കേന്ദ്ര സർക്കാർ എത്ര രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു? അതൊന്ന് പറഞ്ഞ് ക്ലിയറാക്കിയാൽ നമുക്ക് ചോദ്യമില്ല. സത്യം ഇതാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പറയുന്ന കിറ്റ് വിതരണം ചെയ്തത്. ഒരു കേന്ദ്ര സർക്കാരിന്റെ 1 രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ലാതെ വിവരാവകാശ രേഖയാക്കുകൊണ്ട് അത്തരം കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ സത്യമാകില്ല. വേണം സത്യമാകില്ല. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഏത് ഫണ്ടാണ്? കണ്ടല്ലോ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ ചെയ്യാത്തതും ഒരു ഓൺലൈൻ മാധ്യമത്തിലെയോ അല്ലെങ്കിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. മുഖ്യധാരക്കാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം മുതലാളിക്ക് അവിടെ മാസപ്പടി എത്തിയിട്ടുണ്ട്, ഇലക്ഷൻ പടി എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദ്യങ്ങളൊന്നുമില്ല, കേൾക്കുക, എണീറ്റ് വരിക, അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കരുതേ, കാര്യം നമുക്ക് വേണ്ടത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മുതലാളിയുടെ നിർദ്ദേശങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് വസ്തുതാപരമായി സത്യസന്ധമായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ തട്ടിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ മറു ചോദ്യം കൃത്യമായിട്ട് കാരണം സഹിതവും അല്ലെങ്കിൽ തെളിവടക്കം ചോദിച്ചു കഴിഞ്ഞാൽ
പലതും ഗ്യാസായി മാറുന്ന അവസ്ഥ. ഇത്രയേ ഉള്ളൂ. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾക്ക് അപ്പുറത്തേക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെ കേരളം കൊറോണ പോലൊരു ദുരന്ത കാലഘട്ടത്തിൽ ഈ നാട്ടിലെ മനുഷ്യർ പട്ടിണി കിടക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണമെടുത്ത് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്രം കൊടുത്തതാണത്രേ. അതെന്താ, കേരളത്തിൽ മാത്രമേ കേന്ദ്രം കൊടുക്കുന്നുള്ളൂ? ബാക്കിയുള്ള 28 സംസ്ഥാനങ്ങളിൽ എന്തേ കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കേരളം ഒഴികെയുള്ള ഒരു സംസ്ഥാനങ്ങളിലും ഈ ഭക്ഷ്യധാന്യ കിറ്റുകൾ കൊടുത്തിട്ടില്ല. വിവരാവകാശ പ്രകാരം തന്നെ ഒരു സംസ്ഥാനങ്ങളിലും കിറ്റ് വിതരണം ചെയ്യാൻ കേന്ദ്രം പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നതാണ്. ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്യേയില്ല, ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവകാശവാദം അടിച്ചുകൊണ്ട് പോകാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അതാണ് BJP-ക്കാരെ സമ്മതിക്കേണ്ടത്. നേരത്തെ മഞ്ഞൾ ശോഭയും ഈ വാചകം അടിച്ചുകൊണ്ട് നടന്നു. കാര്യം കേന്ദ്രം കൊടുക്കുന്നത് സഞ്ചി മാത്രമാണ് കേരളത്തിന്റെ എന്ന് ഉളുപ്പില്ലാതെ നുണ പറഞ്ഞൊരു സ്ത്രീയാണ്. അവരൊക്കെയല്ലേ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കേട്ടിട്ടാണ് കോൺഗ്രസ്സുകാരും തട്ടിവിട്ടുകൊണ്ട് നടക്കുന്നത്. കാര്യം ഇവർ കേന്ദ്രത്തിന്റെ ആളാണല്ലോ, ഇവർ പറയുന്നതാണല്ലോ നമ്മളും പറയേണ്ടത് എന്ന രീതിയിൽ. എന്തായാലും മാധ്യമ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പലയിടങ്ങളിലും BJP സ്ഥാനാർത്ഥികളായിക്കോട്ടെ നേതാക്കന്മാരെല്ലാം എന്ത് അവസ്ഥയിൽ എത്തിത്തീരുമെന്ന് ആ ഒരൊറ്റ വാർത്താ സമ്മേളനം തെളിയിച്ചിട്ടുണ്ട്. ഉണ്ട വിഴുങ്ങിയ പോലെയാണ് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിക്കൊപ്പം വന്നവരും ഇരുന്നു പോകേണ്ട അവസ്ഥ വന്നത്. കാര്യം വസ്തുത ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമുണ്ടാകില്ല. അതാണ് യാഥാർത്ഥ്യം.